നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കടുത്ത പോരാട്ടം കണ്ട മത്സരത്തിൽ റോബർട്ട് ലെവൻഡോസ്കിയുടെ ഹാട്രിക്കിൻ്റെ ബലത്തിൽ FC ബാഴ്സലോണ വലൻസിയയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. കിടിലൻ പോരാട്ടമായിരുന്നു. ഫ്രീ കിക്ക് അടക്കം ഹാട്രിക്ക് നേടിയ റോബർട്ട് ലെവൻഡോസ്കി തന്നെയാണ് FC ബാഴ്സലോണയുടെ ഹീറോ. കൂടാതെ ഒരു ഗോൾ ലോപ്പസാണ് നേടിയത്. മറുഭാഗത്ത് ഡ്യൂറോയും അതുപോലെ പെപ്പലുവുമാണ് വലൻസിയക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൻ്റെ 22ാമത്തെ മിനിറ്റിൽ ലോപ്പസിലൂടെ FC ബാഴ്സലോണ ലീഡ് എടുത്തതാണ്. എന്നാൽ തൊട്ടുപുറകെ 27ാമത്തെ മിനിറ്റിൽ ഡ്യൂറോയുടെ ഗോൾ പിറക്കുന്നു. ടെർ സ്റ്റെഗന്റെ മിസ്റ്റേക്ക് അതിലുണ്ടായിരുന്നു. അങ്ങനെ 27ാമത്തെ മിനിറ്റിൽ ഒപ്പം പിടിക്കുന്നു വലൻസിയ. 38ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ പെപ്പലു വലൻസിയയെ മുന്നിലെത്തിക്കുന്നു. കളി പക്ഷേ അവിടെ നിന്ന് തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വലൻസിയയുടെ GKക്ക് റെഡ് കാർഡ് ലഭിക്കുന്നു. അത് വാറിയൊക്കെ ചെയ്തതിന് ശേഷമാണ് അത് ഉറപ്പിച്ചത്. ലാമിൻ യമാലിന്റെ മുന്നേറ്റം തടയാനുള്ള ശ്രമം പെനാൽറ്റി ബോക്സിന് പുറത്ത് കയ്യിൽ കൊള്ളുന്നു. എന്തായാലും അത് റെഡ് കാർഡായിട്ട് മാറുന്നു. അടുത്ത പകുതിയിൽ, രണ്ടാം പകുതിയിൽ റോബർട്ട് ലെവൻഡോസ്കിയുടെ അഴിഞ്ഞാട്ടം 49ാമത്തെ മിനിറ്റിൽ അദ്ദേഹം തൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തുന്നു. 82ാമത്തെ മിനിറ്റിൽ ബ്രൈസുമായിട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കളിയുടെ അവസാന ഘട്ടത്തിൽ ലഭിച്ച ഫ്രീ കിക്ക് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് 4-2 എന്ന രൂപത്തിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം തന്നെ FC ബാഴ്സലോണക്ക് അദ്ദേഹം സമ്മാനിക്കുന്നു. ഏതായാലും ഈ വിജയത്തോടു കൂടി ഇപ്പോൾ 33 കളികളിൽ നിന്ന് 73 പോയിന്റുമായിട്ട് ബാഴ്സലോണ ലാലിഗയിൽ 2ാം സ്ഥാനത്താണ്. അടുത്ത തവണത്തെ UEFA ചാമ്പ്യൻസ് ലീഗ് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ്. എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തതാണ്. ആ UEFA ചാമ്പ്യൻസ് ലീഗിന് ഇപ്പോൾ FC ബാഴ്സലോണ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. UCL യോഗ്യത ഉറപ്പിച്ച 11ാമത്തെ ടീമാണ് ഇപ്പോൾ FC ബാഴ്സലോണ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.